വീണ്ടും വീണ്ടും ഉരുൾപൊട്ടൽ, വീണ്ടും ഉരുൾപൊട്ടൽ, വീണ്ടും എവിടെയാണ്? അനൂപാണോ ഇത്? അനൂപാണോ സംസാരിക്കുന്നത്? അനൂപാണ് പറയൂ പറയൂ പറയൂ. വീണ്ടും ഞാനതാ മുമ്പ് ചോദിച്ചത്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം അല്ലെ? മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിനിടെ അല്ലെ? രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ, ആളുകളെ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ്. വീണ്ടും ആളുകളെ ഈ സ്ഥലത്ത് നിന്ന് കൂട്ടമായി. നേരത്തെ അനൂപ് സൂചിപ്പിച്ചിരുന്നു കനത്ത മഴയാണ്. നേരത്തെ സ്വാലിഹും പറഞ്ഞു 2 മണിക്കൂറായി നിന്ന് പെയ്യുകയാണ്, കനത്ത മഴയാണ്. നമ്മൾ ആ ഘട്ടത്തിലാണ് മുമ്പ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചതും അതാണ്, ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ അത്തരം ഭീഷണി അങ്ങനെയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ ആളുകളെ മാറ്റുകയും വേണ്ടി വരുമല്ലോ എന്ന് സൂചിപ്പിച്ചു. ഇപ്പോൾ അതാ മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടൽ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു തോത് എങ്ങനെയുണ്ട്? എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ അനൂപ്? അതിശക്തമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ സാഹചര്യം വീണ്ടും മലമുകളിൽ ഉണ്ടായി എന്ന് ആണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ മനസ്സിലാവുന്നത്. ഇവിടെ നിന്ന് കാഴ്ചകളിൽ നിന്ന് മനസ്സിലാവുന്നത് ആളുകളെ കൂട്ടമായി മാറ്റുകയാണ്. ആളുകളെല്ലാം അവിടെ നൂടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. കാണാമോ? കാണാൻ കഴിയുന്നുണ്ടോ അവിടുത്തെ അവസ്ഥ? തീർച്ചയായും മലവെള്ളപ്പാച്ചിൽ ശക്തിയായി വരുന്നു. അതേ തുടർന്നൊരു ആശങ്കയുയർത്തുന്ന സാഹചര്യം. പെട്ടെന്ന് ഈ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തന മേഖലയിൽ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഉണ്ടായി. മന്ത്രിമാരുൾപ്പെടെ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ മടങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ അനൂപ് നൽകിയത്. അനൂപ്, നിങ്ങളൊക്കെ ഏറെക്കുറെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണല്ലോ നിൽക്കുന്നത് അല്ലേ? സുരക്ഷിതം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. ഈ മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മണ്ണിടിച്ചിലുണ്ടാവുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളടക്കം ഇപ്പോൾ അവിടെ ഉള്ളവരോടൊക്കെ മാറാനാണോ നിർദ്ദേശം തന്നിരിക്കുന്നത്? ഇവിടെ നിന്ന് ആളുകളെല്ലാം മാറാൻ നിർദ്ദേശം നൽകി. പെട്ടെന്ന് അവിടെ നിന്ന് ആളുകളെ മാറ്റാൻ നിർദ്ദേശം നൽകി. അങ്ങനെ ആളുകളെല്ലാം ഓടി മാറുകയാണ് ഉണ്ടായിരുന്നത്. അനൂപൊക്കെ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലം കൂടി ഒന്ന് പറയാമോ? ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായി മണ്ണ് വന്ന് പതിച്ച മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ള, ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ള ഈ സ്ഥലത്തിന് തൊട്ട് സമീപത്താണ്. അപ്പോൾ വീണ്ടും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അവിടെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ വീണ്ടും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ആളുകളെല്ലാം അവിടെ നിന്ന് മാറി. കാരണം ഈ വെള്ളം അതിശക്തമായി കുത്തിയൊലിച്ച് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ അത് സുരക്ഷിതമായിട്ടുള്ള മേഖലയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്കും വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. രക്ഷാപ്രവർത്തനത്തെ അത് ആകെ തടസ്സപ്പെടുത്തുന്നു. പക്ഷേ എങ്കിൽ പോലും പുതിയ സാഹചര്യവും അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണ്. അനൂപ് സൂചിപ്പിച്ചൊരു കാര്യം, മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടലെന്നാണ്. കഴിഞ്ഞ മണിക്കൂറുകളായി അതിശക്തമായ മഴ ആ മേഖലയിലാകെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മലയിൽ വലിയ ഉരുൾപൊട്ടൽ, മലയിലൊരു വലിയ ഉരുൾപൊട്ടൽ എന്ന നിലയ്ക്ക് തന്നെയാണോ വിലയിരുത്തുന്നത്? അതേ തുടർന്നുള്ള വലിയ മലവെള്ളപ്പാച്ചിലാണോ അവിടെ ഉള്ളത്? മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ന് 2 തവണ ഇന്ന് ഈ രീതിയിൽ ഇവിടെ ഉരുൾപൊട്ടിയിരുന്നു. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിനിടെ, എന്നാൽ അത് കാര്യമായി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ ചൂരൽമല പുഴയിൽ വെള്ളം ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ 2 തവണ സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇത്തവണ അതല്പം കൂടിയ നിലയിലായിരുന്നു. അവിടുന്ന് മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് വന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യം മുണ്ടക്കയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം അല്പം കൂടി ദുഷ്കരമായേക്കുമെന്ന സൂചനയാണ്. ഏതായാലും അതെ, അത് ദുഷ്കരമാകും. കാരണം അതിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ അനൂപ് സംസാരിക്കുമ്പോൾ തന്നെ അനൂപിൻ്റെ ഫോണിലൂടെ തന്നെ അവിടുത്തെ ആ ഒരു ആളുകളുടെ ഒരു ബഹളവും അല്ലെങ്കിൽ വർത്തമാനവും ആ തിരക്കും അല്ലെങ്കിൽ ഉണ്ടായ ഒരു പുതിയ സാഹചര്യത്തിൻ്റെ ഒരു ആശങ്കയും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. നിലവിൽ തന്നെ ഒറ്റപ്പെട്ടു പോയ ആളുകളെ രക്ഷിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ അവരെ മടക്കി കൊണ്ടുവരാൻ, അവരെ കണ്ടെത്താൻ ഒക്കെയുള്ള വലിയ പരിശ്രമം രക്ഷാപ്രവർത്തകർ നടത്തുന്നതിനിടെയാണ് രക്ഷാപ്രവർത്തനത്തെ ആകെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ വീണ്ടും ഒരു ശക്തമായ ഉരുൾപൊട്ടൽ ഇപ്പോൾ ആ ഭാഗത്ത് മുണ്ടക്കയിൽ സംഭവിച്ചിട്ടുള്ളത്. മുണ്ടക്കയിൽ ഈ പറഞ്ഞതുപോലെ മലയിൽ വലിയ ഒരു ഉരുൾപൊട്ടൽ, അതേ തുടർന്ന് വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ പ്രദേശത്തേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ അങ്ങനെ നേരത്തെ വളരെ ശക്തമായ ആ ഒരു ഉരുൾപൊട്ടലിൽ മലവെള്ളപ്പാച്ചിൽ വന്ന് പതിച്ച ആ താഴ്പ്രദേശങ്ങളിലാണ് ഇപ്പോൾ അനൂപ് അടക്കമുള്ള മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നത്. അവിടേക്കാണ് ഇപ്പോൾ മന്ത്രിമാരെല്ലാവരും എത്തിയിരുന്നത്. അവിടം കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും ആ
ഭാഗത്ത് നിന്ന് കുറേ കൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടതായ സാഹചര്യം വരുന്നു എന്നുള്ളതാണ്, സാഹചര്യമായി എന്നുള്ളതാണ്, അങ്ങനെ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് അനൂപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അനൂപ് അതാകെയും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങൾ, അനൂപിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. തൊട്ടപ്പുറത്ത് സ്വാലിഹുമുണ്ട്. സ്വാലിഹും ആ പ്രദേശത്ത് തന്നെയാണുള്ളത്. സ്വാലിഹ് നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. റൈറ്റ്. സ്വാലിഹും അവിടെ നിന്ന് മറ്റ് കുറെ കൂടി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അനൂപിൻ്റെ വർത്തമാനത്തിൽ തന്നെ അവരൊക്കെ ഇപ്പോൾ ചെന്ന് നിൽക്കുന്ന, അവർ നേരിട്ട് അനുഭവിക്കുന്ന ഇപ്പോൾ ഒരു വലിയൊരു ബുദ്ധിമുട്ട് അനൂപിൻ്റെ വാക്കുകളിലുണ്ടായിരുന്നു. ജലനിരപ്പ് വലിയ തോതിൽ ഉയരുന്നു എന്നുകൂടിയാണ്. അനൂപ് ലൈനിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി നിങ്ങളെല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ഇക്കാര്യങ്ങൾ ജനങ്ങളിലേക്ക്, ആളുകളിലേക്ക് എത്തിക്കാനാവൂ. കേൾക്കുന്നവരും അവരും മനസ്സിലാഗ്രഹിക്കുന്നത് തന്നെയാണ്. അതങ്ങനെ ചെയ്യുന്നു. ജനങ്ങളെ ആകെ ആ പ്രദേശത്ത് നിന്ന് മാറ്റുന്നു. രക്ഷാപ്രവർത്തനം തന്നെ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിൽ ഈ രക്ഷാപ്രവർത്തകരെയും കാത്ത് മനുഷ്യരുള്ളത് എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ അവസ്ഥ. അവരിലേക്ക് എത്താനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ, കഴിയുന്നത്ര വേഗത്തിലാക്കാൻ ചില സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വഴിയൊരുക്കി, അല്ലെങ്കിൽ തകർന്നുപോയ പാലങ്ങൾക്ക് പകരം സംവിധാനമൊക്കെ ഒരുക്കി എങ്ങനെയെങ്കിലും ഇവരിലേക്ക് എത്താം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടാകുന്നത്. അത് വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ ആ ജലനിരപ്പ് വലിയ തോതിൽ ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനാകാത്ത ഒരു സാഹചര്യം അവിടെ വരുന്നു. അങ്ങനെ ചൂരൽമലയിൽ